സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിൽ വൻ അഴിമതിയെന്ന് ആരോപണം. IMG ഡയറക്ടർ കെ ജയകുമാർ IAS അഴിമതി, സ്വജനപക്ഷപാതം, ബന്ധുനിയമനം, സർക്കാരിന് സാമ്പത്തിക നഷ്ടം വരുത്തൽ എന്നീ ഗുരുതര പ്രവർത്തനങ്ങൾ നടത്തിയതായാണ് പരാതി. ഇതിൽ നടപടി ആവശ്യപ്പെട്ട് IMG സംരക്ഷണ സമിതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതി അന്വേഷിക്കാനോ വേണ്ട നടപടികൾ സ്വീകരിക്കാനോ അധികാരികൾ തയ്യാറായിട്ടില്ലെന്നാണ് ആരോപണം. ഇത് വെറുമൊരു ഊമക്കത്താണെന്നാണ് സർക്കാർ നിലപാട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെതിരെയാണ് ആക്ഷേപങ്ങൾ. 2018 ജൂൺ മാസം മുതൽ ഡയറക്ടറായി തുടരുന്ന കെ ജയകുമാറിന്റെ പ്രവർത്തനങ്ങൾ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനും കെട്ടുറപ്പിനും സാരമായി ബാധിച്ചിരിക്കുന്നു എന്ന് ആരോപണമുണ്ട്. അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തി നിയമപരമായി നടപടി സ്വീകരിക്കണമെന്നും ഡയറക്ടറുടെ തെറ്റായ പ്രവർത്തനം കാരണം സർക്കാരിനുണ്ടായ നഷ്ടം തിരികെ ഈടാക്കണമെന്നും ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ ഉടൻ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയ അന്വേഷണത്തിന് വിധേയമാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഈ പരാതി ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. ജയകുമാർ ഡയറക്ടറായി ചുമതലയേറ്റ ശേഷം സർക്കാർ കാലാകാലങ്ങളിൽ നിയമപരമായി ഇറക്കുന്ന സർക്കുലറുകളും മാർഗനിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സ്ഥാപനത്തിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പരാതിയിൽ പറയുന്നു. മുൻ ഡയറക്ടർമാർ UGC മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്റർവ്യൂ ബോർഡ് രൂപീകരിച്ചുവെന്ന് ആരോപണമുയരുന്നു. എന്നാൽ നിലവിലെ ഡയറക്ടർ ചട്ടപ്രകാരമുള്ള ഇന്റർവ്യൂ ബോർഡ് രൂപീകരണവും നിയമന മാനദണ്ഡങ്ങളും അവഗണിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ഡയറക്ടർ ചെയർമാനായും താൽപര്യത്തിന് വഴങ്ങുന്ന 2 ഫാക്കൽറ്റികളെയും ഉൾപ്പെടുത്തിയാണ് ഇന്റർവ്യൂ ബോർഡ് രൂപീകരിച്ചതെന്നാണ് ആരോപണം. യോഗ്യതയുള്ളവരെ തഴഞ്ഞ് സ്വന്തം ബന്ധുക്കളെയും സിൽബന്ദികളെയും പരിഗണിച്ചുകൊണ്ട് നിയമനം നടത്തുകയും ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളായ സിൽബന്ദികളാണ് എന്നും പരാതിയിൽ പറയുന്നു. കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് എടുക്കണമെന്ന സർക്കാർ ഉത്തരവും നിയമസഭ പാസാക്കിയ നിയമനവും മറികടന്നുകൊണ്ടാണ് കെ ജയകുമാർ നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത്. സിൽബന്ദികളായ കരാർ ജീവനക്കാർക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒട്ടനവധി തസ്തികകളുടെ ചാർജ് നൽകിയിട്ടുണ്ട്. യാതൊരു മാനദണ്ഡവും ഇല്ലാതെ കരാർ ജീവനക്കാരായ സ്വന്തം ആളുകളുടെ ശമ്പളത്തുക ക്രമാതീതമായി വർദ്ധിപ്പിച്ച് സർക്കാരിന് വൻ തുക നഷ്ടം വരുത്തിയെന്നും കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി PRD വകുപ്പിന് കത്ത് നൽകിയതായും ആരോപണമുണ്ട്. PRD വകുപ്പ് കരാർ 1 വർഷത്തേക്ക് മാത്രമാണ് ബാധകമെന്നും ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ അനുവദനീയമല്ലെന്നും സർക്കാർ അനുമതിയില്ലാതെ കാലാവധി നീട്ടി നൽകരുതെന്നും അറിയിച്ചിരുന്നു. എന്നാൽ ഇതിന് വിപരീതമായി ഡയറക്ടർ വ്യവസ്ഥകൾക്ക് വിപരീതമായി കരാർ പലതവണ നീട്ടി നൽകുകയും യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ശമ്പള വർധനവ് നൽകുകയും ചെയ്തതായി പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. കരാർ ജീവനക്കാരുടെ സ്ഥിരപ്പെടുത്തലിനും കരാർ കാലാവധി നീട്ടുന്നതിനും വേണ്ടി ഡയറക്ടർ വൻതുക കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് ആരോപണമുണ്ട്. നിയമപരമായി നിലനിൽക്കാത്ത കാര്യങ്ങൾ പോലും കോഴ വാങ്ങി ശുപാർശ ചെയ്തതിലേക്ക് ഡയറക്ടറെ സഹായിക്കുന്നതിന് താൽക്കാലിക ജീവനക്കാരും സ്ഥിര ജീവനക്കാരും അടങ്ങുന്ന ഒരു സംഘം സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും പരാതിയുണ്ട്.